ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണേ. അപ്പോൾ എന്തായാലും നമ്മൾ താമസിക്കുന്ന സിംഗപ്പൂർ നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ നമുക്ക് ടൈം പറഞ്ഞിരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാനൊന്ന് റെഡി ആയിട്ട് ഒന്ന് സിംഗപ്പൂർ അവിടെ താമസിക്കുന്നതിൻ്റെ ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ അടുത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ വാ നിറച്ച് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കാരണം ഞാൻ ശരിക്കും മൈക്ക് വെച്ചിട്ടാണ് സംസാരിച്ചത്, പക്ഷേ വോയിസ് ക്ലിയർ ആയിരുന്നില്ല, ഭയങ്കര എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. സോ ഞാനത് മൊത്തം മ്യൂട്ടാക്കിയിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ താമസിച്ച ആ ഒരു ഹോട്ടലിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഒരു സോളോ ട്രാവലർ ആ ഒരു മൂഡ് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് അവിടേക്ക് ഇറങ്ങി നടന്നു, അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു, ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചു. ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല ഇടവഴികളിലൂടെ കയറി ഇറങ്ങി. ഇടയ്ക്ക് വഴിതെറ്റിയ പോലെ തോന്നി, പക്ഷേ വഴിതെറ്റിയില്ലായിരുന്നു, കറക്റ്റ് വഴി തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ തെറ്റിയാലും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ സ്ഥലത്തേക്ക് എത്തും, അത് വേറെ കാര്യം. ഇപ്പോൾ ആരോടാണെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ എത്തിപ്പിടിക്കും. എന്നാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ചുമ്മാ ഒന്ന് അവിടേക്കൊന്ന് കറങ്ങിയടിച്ച് നടന്ന് അവിടുത്തെ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം. അപ്പോൾ ഒരു ചെറിയ ഒരു വ്ളോഗറായിട്ട് എനിക്കങ്ങ് തോന്നി, പക്ഷെ അത്രക്കൊന്നും എത്തിയിട്ടില്ല. വ്ളോഗർ ആവാനുള്ള എൻ്റെ ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഒരു രീതിയിൽ സക്സസ് ആവുന്നില്ല എന്ന് എനിക്ക് തന്നെ 100% അറിയാം. എന്തായാലും എനിക്ക് അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം ഞാൻ മിസ്റ്റർ ബീൻ്റെ സീരീസുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ മിസ്റ്റർ ബീൻ അലക്കാൻ വരുന്നത്, അവിടെ ഉണ്ടാകുന്ന കോമഡികളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഇതിലവിടെ കൊടുത്തിരിക്കുന്ന ആ ഡോളറുകൾ നമ്മളവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് അലക്കി ഉണക്കി എല്ലാം എടുത്തിട്ട് വരാം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഈ നടക്കുന്ന വഴികളിലൊക്കെ ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ ഈ സിസിലേഴ്സ് പോലെയുള്ള ഒരു സംഭവം, അതായത് ഞാൻ കുറേ ചൈനീസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ചൂടോടെ ഇങ്ങനെ അടുപ്പത്ത് കത്തിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ മുക്കി ഇങ്ങനെ കഴിക്കുന്ന ഒരു സംഭവം, അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കണ്ടൊരു സംഭവമാണ് ഈ ഒരു ജ്യൂസ് മേക്കർ എന്ന് പറയുന്നത്, ജ്യൂസ് വെൻഡിങ് മെഷീൻ. അതായത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ $2.50 $2 അവരുടെ സെന്നോ അങ്ങനെ എന്തോ ആണ്. ഈ സംഭവം നമ്മൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ഷുഗർ കെയിൻ്റെ ജ്യൂസ് ഫ്രഷ് ആയിട്ട്, ഷുഗർ ഒന്നുമില്ലാതെ, അതായത് വിത്തൗട്ട് ഷുഗറാണ് ഈ സംഭവം കിട്ടുന്നത്. അതുപോലെ ജ്യൂസുകളാണെങ്കിലും ബിയറാണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ നമുക്ക് കാശ് അവിടെ ഇട്ടിട്ട് എടുക്കാം. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ജ്യൂസ് മേക്കറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, എന്തായാലും അടുത്ത് തന്നെ ഞാനത് ഇടാം. എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് ഈ ജ്യൂസ് വേണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഈ ഒരു മിനി സോളോ ട്രിപ്പ് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു.